ഹായ് ഗൈസ്, ഞങ്ങളിപ്പം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഡൽഹി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എൻ്റെ ലിയോ ഒന്നും സമ്മതിക്കുന്നില്ല. ലിയോ അവിടെ എന്തോ കണ്ടിട്ടുണ്ട്. അവനെ ഞാൻ ഇറക്കി വിടട്ടെ. ലെറ്റ്സ് സീ അവൻ എന്താ അവിടെ കണ്ടതെന്ന്. റൂട്ട് നൈസായി മാറ്റി ട്രോളിയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ താഴെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു. ശരിക്കും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ ഓൾറെഡി ലേറ്റായി. അപ്പോൾ ഇനിയും ലേറ്റ് ആവേണ്ടെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഓട്ടോ വിളിച്ചത്. ഓട്ടോയിൽ കയറിയപ്പോൾ എല്ലാ സൈഡിൽ നിന്നും ഓണടി. ഡൽഹിയിൽ നിന്ന് സഡനായി എടുത്ത തീരുമാനമായിരുന്നു. ലിയോ ഹായ് വരി. ഹായ്. ലിയോ ഞെട്ടി നിൽക്ക ഇവിടുത്തെ ഓണടി കേട്ടിട്ട്. ഓ, നമ്മള് ഡൽഹിയിൽ എവിടെയൊക്കെ പോകുന്നേ? എനിക്ക് സ്ഥലമൊന്നും അറിയത്തില്ല. ഓണോണ്ട് എന്റെ സൗണ്ട് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല അല്ലേ? ഓണടി കൊണ്ട് ഇവിടെ ഫുള്ള് ഓണടിയാ. എനിക്ക് എവിടെയാന്ന് അറിയത്തില്ല. നമുക്ക് പോയിട്ട് നോക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡൽഹിയിൽ ഇങ്ങനെ കറങ്ങാൻ പോകുന്നത്. ശരിക്കും ഞങ്ങളെ പ്ലാന് അവിടെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് ഇദ്ദേഹം കഴിച്ചിട്ട് ഇദ്ദേഹത്തിന് ടൈഫോയിഡ് ഒക്കെ വന്നിട്ടുണ്ട്. ഡയറി. അത് ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് ഒന്നും ഈ പ്രാവശ്യം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഞങ്ങൾ നല്ല ഷോപ്പ് പോയിട്ട് ബ്രാൻഡഡ് ഷോപ്പൊക്കെ ജസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. ശരിക്കും ഞങ്ങളെ പ്ലാന് ഒരു ദിവസം ഡൽഹിയിൽ സ്റ്റേ ചെയ്തിട്ട് ഡൽഹിയിലെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ തീരെ സേഫ് അല്ല, റെഡ് അലേർട്ടാന്നൊക്കെ പറഞ്ഞ് സ്ഥിതിക്ക് ഞങ്ങളെ പ്ലാന് ജസ്റ്റ് മാറ്റി ഞങ്ങൾ നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോവാണ്. ഇനി വേറൊരു ദിവസം ഞങ്ങൾ ഡൽഹി കറങ്ങും. അതൊരു വ്ളോഗായിട്ട് ഞാനിടും. ഓണടിച്ച് ടു സാഡ്. ലിയോ ലിയോ അതാ ലിയോ എന്തോ അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അതുകൊണ്ട് ഫുൾ ബ്ലോക്കാ. ഇതാണോ റെയിൽവേ സ്റ്റേഷൻ? ഐ ഡോണ്ട് നോ. ഫുൾ ബ്ലോക്കാണ് ഗൈസ്. ഞങ്ങൾ എപ്പോൾ അവിടെ എത്തുന്നു ഒരു ഐഡിയ ഇല്ല. അച്ഛന്റെ കൂടെ വന്ന് ഫുള്ള് വീഡിയോസ് കാണുന്നില്ലയോ? സമയം 8:15. ഞങ്ങൾ കുറച്ച് ലേറ്റായി. 1 hour അവിടെ സ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്താവും. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ. ക്രോസ് ചെയ്യാനൊന്നും പറ്റുന്നേ ഇല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ് ഇതിൻ്റെ ഉള്ളിൽ. എന്താ ഇവിടെ ഉണ്ടാവാന്നൊന്നും എനിക്കറിയത്തില്ല. പോയി നോക്കാം. എന്താ ഈ സ്ഥലം ഫേമസ്, എന്തിനാന്നൊന്നും എനിക്കറിയത്തില്ല. പോകുന്നു. ഇതൊരു മാള് പോലൊരു സംഭവമാണ്. കുറേ ഷോപ്പുകളെല്ലാം കാണുന്ന മാള് പോലത്തെ സംഭവമല്ല. അറിയുന്നവരുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണം എന്നോട്. കുറേ നല്ല ഷോപ്പുകളൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. ജോൺ പ്ലേസ് ആരോ എല്ലാം ഉണ്ട്. ഇവിടെ ഫുൾ ഇങ്ങനെ ഷോപ്പുകളാണ്. ലിയോ ബോള് കണ്ടിട്ടുണ്ട്. അവന് ഇനിയും വേണം. നോ ബാല് മാക്കി കളഞ്ഞു. ഇവിടെ എന്തോ ഫുഡ് എല്ലാം ഉണ്ട്. ഷേഡ്സ് ഉണ്ടോ? ഓക്കെ, ഇവിടെ നിന്ന് ഞാനൊരു ഷോർട്സ് ഒക്കെ വാങ്ങി. ഇനി നമുക്ക് ആ ഏരിയ കവർ ചെയ്യാം. അവിടെ എന്താ ഉള്ളത് നോക്കാം. ഫോൺ കവറാണ്. നമ്മൾ രണ്ടാളും ഇപ്പോൾ എടുത്ത് മാറ്റിയതല്ലേ. ഇനി എന്തിനാ ഫോൺ കവർ? 15 का है iPhone 15 का. सॉरी 14 वाला. कितने का आता है? सिलिकॉन वाला है?
അവിടെ 5,000 രൂപ കേസ് അവിടെ കുറേ സോഫ്റ്റ് ടോയ്സ് ഉണ്ട്. നമുക്ക് ഗൈസ്, ഞങ്ങൾ മോദീൻ്റെ ടോയ് ഇവിടെ കണ്ടിരിക്കുകയാണ്. എവിടെയും കിട്ടാത്ത ഐറ്റത്. ഇതാരോ ഇതാ ക്രിക്കറ്റ് പ്ലെയർ ആരോ? വിരാട് കോഹ്ലി. കോഹ്ലി അത് ഓക്കെ. കോഹ്ലി ഉണ്ട്, മോദി ഉണ്ട്, മെസ്സി അതാ ബാക്കില്. മെസ്സി അതാ മെസ്സി. മെസ്സിനെ വാങ്ങണോ? മിനിയൺ അതാ. ഞങ്ങള് മെസ്സിന്റെ റേറ്റ് ഒക്കെ ചോദിക്കേണ്ടത്. ഇതിന് എത്ര പറഞ്ഞ? 300 രൂപയോ? ഓക്കെ, വേണ്ടല്ലേ? ഓക്കെ. ഞങ്ങള് 2 പേരും നാട്ടിൽ നിന്ന് കവർ മാറ്റി വന്നതാണ്. പക്ഷെ നാട്ടിൽ 500 രൂപ കവറിനൊക്കെ 540ക്കാണ് ഞങ്ങൾ കവർ വാങ്ങിയത്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് നല്ല അടിപൊളി കേസ്. എത്രയാണ് കിട്ടിയ? 200. അടിപൊളി സംഭവം, നല്ല രസമുണ്ട്. ഭയങ്കര ചീപ്പായിട്ട് കേട്ടോ കിട്ടിയത്. മുല്ലപ്പൂ, നല്ല മണം മുല്ലപ്പൂവിന്റെ. ഇതൊക്കെ മോഹൻലാൽ സെൻസ്. പ്രണയ് അത് ഡ്രീം ക്യാച്ചർ വാങ്ങിയാലോ ഒന്ന്? അതെ, നമുക്ക് കോട്ടേഴ്സിൽ വെക്കാം. ഓക്കെ, ഞാൻ കൊറേ വിചാരിക്കുന്നുണ്ട് ഡ്രീം ക്യാച്ചർ. എല്ലായിടത്തും കേസാ. ഐഫോൺ മാത്രല്ല, എല്ലാ ഫോണും ഉണ്ട്. നോക്ക് ഡ്രീം ക്യാച്ചർ നോക്ക്. വൈറ്റ് വാങ്ങിക്കോ. ഗ്രേ അല്ല, വലുത് അല്ലേ? നമ്മള് എവിടെ വെക്കും? അത് എവിടെയും വെക്കാം. ലിയോക്ക് ഇഷ്ടമായിട്ട് എത്താന്ന് പറയുന്നത്. ഇവിടെ കുട്ടികൾ നോക്ക്, അതിന്റെ മുകളിൽ കയറി ഇരുന്നിക്കാം. 250. ബ്രൗണ് രസമുണ്ട് അല്ലേ? ബ്രൗണ് രസമല്ലേ? ലിയോ ബൗബോവിനെ കണ്ടിട്ട് ബൗബോ എന്ന് പറയുന്നുണ്ട് ഇവിടെ നിന്ന്. അത് രസമുണ്ടാവോ ബ്രൗണ് അല്ലെ വൈറ്റോ? പാണ്ഡേ സാറിന്റെ വീട്ടില് സെയിം ബ്ലൂ ഉണ്ട്. എന്തിനാ കാറിലിടുന്ന എനിക്ക് ഇഷ്ടം. ബ്ലാക്ക് വേണ്ട, വൈറ്റോ അല്ലെങ്കിൽ ബ്രൗണോ എടുത്തോ. അത് രണ്ടും ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. ഓൾറെഡി വൈറ്റ് ആയതുകൊണ്ട് രസം ഉണ്ടല്ലോ. ब्लैक एंड व्हाइट है ओके इसका रेट क्या है ये स्मॉल है 80 का नहीं है सर हमारा कोई 100 रुपया खरीदी है सर 200 को बेचते हम ഒന്നുകൂടി പറഞ്ഞു 100 ഞാൻ പണ്ട് ഉണ്ടാക്കുന്ന സാധനം 100 रुपया दो बस आप 100 रुपया दो 100 रुपया दो कोई मिलता ही है सर ആള് തരുമോന്ന് അറിയത്തില്ല 100 रुपया दो सर 150 का बेचते हम ना ना सर कोई मिलता ही सर ലിയോക്ക് കാണാനായിട്ട് നോക്കുന്നു 90 रुपया दो 90 रुपया दो ഓക്കെ ലാസ്റ്റ് ഞങ്ങൾക്ക് 80 രൂപക്ക് അത് കിട്ടി എത്രയാണ് പറഞ്ഞത് 150 ഇനി പറഞ്ഞത് ഓക്കെ ഞങ്ങളിപ്പോൾ ഇവിടെ H&M കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു ലിയോൻ്റെ ബർത്ത്ഡേ എല്ലാം വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടാക്കും ലിയോക്കോ ആർക്കെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ വാങ്ങാമെന്ന് വിചാരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കുറച്ച് ഡ്രസ്സൊക്കെ ഞങ്ങൾ നോക്കി പിന്നെ ടൈം ഞങ്ങളുടെ കയ്യിലധികം ഇല്ലാത്തത് കൊണ്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഫസ്റ്റ് ഞാൻ നോട്ട് ചെയ്തത് ഒരു കുഞ്ഞ് ഫാനാണ് ഇപ്പോൾ പഞ്ചാബിൽ നല്ല ചൂടാണ് അഥവാ കറണ്ടൊക്കെ പോകുമ്പോൾ ലിയോക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കുഞ്ഞു ഫാന് ഞാൻ വാങ്ങി ഫാനൊക്കെ വാങ്ങി നടന്നു പോകുമ്പോഴാണ് കുറേ വുഡിൻ്റെ സ്റ്റാച്യൂസ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾക്ക് 2 പേർക്കും ബുദ്ധൻ്റെ സ്റ്റാച്ചു ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ അത് വാങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ബുദ്ധനെ വാങ്ങാൻ ആദ്യം 200 ചോദിച്ചപ്പോൾ
എനിക്ക് ഇഷ്ടമായി, എനിക്ക് ബുദ്ധ ഇഷ്ടമാണ്, പക്ഷെ എവിടെ വെക്കാനാ ഒരു ക്വസ്റ്റ്യൻ ആണ്. ये 400 वापस दे दो, ये 20 में 400 वापस दे, 400 वापस दे दो। ഞങ്ങൾക്ക് 100 രൂപ കിട്ടിയിട്ടുണ്ട്. ഇത് നാട്ടിൽ 300-400 കൊടുക്കേണ്ടി വരും. നാട്ടിൽ എന്തായാലും അത്ര കൊടുക്കേണ്ടി വരും. ആ ക്യാരി ബാഗ് കഥം, നോ ഇഷ്യൂ നോ ഇഷ്യൂ. ഓക്കെ 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 ടീക്ക്. നടന്ന് ഞങ്ങൾ രണ്ടുപേരും ക്ഷീണിച്ചു. സത്യം പറഞ്ഞാൽ ഒരു 5% കൂടി ഞങ്ങൾ കവർ ചെയ്തിട്ടില്ല, അത്രയ്ക്ക് ഏരിയ ഉണ്ട് ഇത്. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് ബാഗെല്ലാം കണ്ടു, പക്ഷെ ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല, എനിക്ക് റേറ്റ് അത്ര കംഫർട്ടായി തോന്നിയിട്ടില്ല. പിന്നെ ഡ്രസ്സെല്ലാം നോക്കുകയാണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, അതും ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല, വെറുതെ എല്ലാം വന്ന് വെച്ച് നോക്കി. ഇനി ഒരു ദിവസം വന്നിട്ട് അതെല്ലാം വാങ്ങണം. നല്ല കളേഴ്സും നല്ല മോഡൽസും എല്ലാം എഫോർഡബിൾ. അപ്പം ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങി, ഒരു മലയാളി ഫാമിലീനെയൊക്കെ കണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്ത് തുടങ്ങി, 10 മണിയായി സമയം. അപ്പം നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. നാളെ രാവിലെ ട്രെയിനാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ തിരിച്ച് കയറിക്കാണ്. ഞങ്ങൾ റൂമിലേക്ക് പോവാം. അതിന് മുന്നേ ഫുഡ് കഴിക്കണം. ഫുഡിൽ ഒരു പാഴ്സൽ വാങ്ങും, എന്താണെന്നറിയില്ല. ലിയോൻ്റെ മൂഡ് അനുസരിച്ചിട്ടാണ്. ആൾക്ക് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ലിയോ ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ച ആളത് റൂമിലെത്തിയപ്പോൾ ഡബിൾ പവറിൽ തിരിച്ചു വന്നു. ന്യൂസിലെല്ലാം യുദ്ധത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്ലാനെല്ലാം ക്യാൻസൽ ചെയ്തത്. ഇന്ത്യ ഡൽഹി കറങ്ങാൻ കളിയൊക്കെ നിർത്തി വെച്ച് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ബട്ടിണ്ട എന്ന് പറഞ്ഞ സ്ഥലം എല്ലാം ഭയങ്കര റെഡ് അലേർട്ടിലാണ്. എന്താവും അറിയത്തില്ല. ഞങ്ങൾ ഡൽഹി കറങ്ങാമെന്ന് വിചാരിച്ച പ്ലാനെല്ലാം ഞങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ന്യൂസിലെല്ലാം ഇത് കാണിക്കുന്നുണ്ട്, അറിയത്തില്ല എന്താവുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി ലിയോനെ ഉറക്കിയിട്ട് വേണം അത് കഴിക്കാൻ, അല്ലെങ്കിൽ അവൻ അതെല്ലാം പിടിച്ച് നിലത്തിടും. ഇപ്പം എല്ലായിടത്തും പിടിച്ച് കയറിയിട്ട് എല്ലാം വലിച്ചെറിയുന്ന ഹോബിയാണ് ലിയോക്കുള്ളത്. ലിയോക്ക് ഉറക്കൊന്നും ഇല്ലേ? അവന് ഉറക്കിൻ്റെ ഒരു ലക്ഷണവുമില്ല. ആൾ നല്ല ഹാപ്പി ആയിട്ട് കളിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളും അവൻ്റെ കൂടെ കുറേ നേരം കളിക്കുകയെല്ലാം ചെയ്തു. പിന്നെ നാളെ രാവിലെ ട്രെയിനാണ് പഞ്ചാബിലേക്ക്. പിന്നെ അവനെ നൈസായിട്ട് ബെഡ് കിടത്തി ഞങ്ങൾ ഉറക്കാൻ ശ്രമിച്ചു. കുറേ ശ്രമിച്ചതിന് ശേഷം അവൻ കിടന്ന് ഉറങ്ങി. ഇനി നെക്സ്റ്റ് വ്ളോഗുമായിട്ട് നമുക്ക് പിന്നെ കാണാം.